നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടു എന്ന വലിയ സന്തോഷത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരും കേരളത്തിലെ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ബാക്കി എല്ലാവർക്കും, അതായത് കേരളത്തിലെ സ്ത്രീകളുടെ പ്രതികരണം ഒന്നും വന്നിട്ടില്ല, ഈ രാഷ്ട്രീയ പാർട്ടികളിലെ സ്ത്രീകളുടെ പ്രതികരണം ഒന്നും വന്നിട്ടില്ല. അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ നരേന്ദ്രമോദി ഭരിക്കും, അതുകൊണ്ടാണ് വനിതാ സംവരണ ബില്ല് നടപ്പാക്കാൻ അവർ സമ്മതിക്കാത്തതെന്നാണ് ചിലർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വനിതാ സംവരണ ബില്ല് നടപ്പാക്കേണ്ടതെന്ന്. ഏതായാലും കഴിഞ്ഞ ഏതാണ്ട് ഒരു 50 വർഷത്തിലേറെയായി ഈ വനിതാ സംവരണം എന്ന് പറയുന്നത് നടപ്പാക്കാൻ കഴിയാത്തൊരു കീറാമുട്ടിയായി നിലനിൽക്കുകയാണ്. സോണിയാഗാന്ധി അടങ്ങുന്ന UPA സർക്കാർ അന്ന് കൊട്ടിഘോഷിച്ചാണ് ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയ സമയത്ത്. പക്ഷെ ഇപ്പോൾ അത് തത്വത്തിലേക്ക് വരുമ്പോൾ, ഇതെല്ലാം നിയമമായി ഇങ്ങനെ കിടക്കും, അത് തത്വത്തിലേക്ക് അംഗീകാരത്തിൻ്റെ വഴിയിലേക്ക് വരുമ്പോൾ, തത്വത്തിൽ എത്തേണ്ട പ്രാക്ടിക്കൽ ഭാഗത്തേക്ക് വരുമ്പോൾ അതിനെ എതിർക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള എത്രയോ സ്ത്രീകൾ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് ഏതാണ്ട് 12ഓളം പേർക്കും, CPM 12ഓളം പേർക്കും, BJP 19ഓളം പേർക്കും മാത്രമേ, BJP വലിയ ഔദാര്യമായി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ പോലും 19 പേരെ മാത്രമാണ്, 140 പേരിൽ 19 എന്നാണ്. ആ 140 പേരിൽ 19 പേരെ മാത്രമാണ് വനിതകളെ മത്സരിപ്പിച്ചത്. BJP പിന്നെ എല്ലായിടവും തോക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നിലവിലായിരുന്നതുകൊണ്ട് നല്ല സീറ്റുകളൊക്കെ കുറച്ച് കൊള്ളാവുന്ന സീറ്റുകളൊക്കെ പെണ്ണുങ്ങൾക്ക് കൊടുക്കും. മറ്റൊരു ജയിക്കുന്ന സീറ്റുകളൊന്നും സ്ത്രീകൾക്ക് 2 പാർട്ടിയും കൊടുക്കില്ല. ആ അവസ്ഥയിലാണ്. എങ്ങാനോ അബദ്ധത്തിന് ജയിച്ചു വന്നാലായി. ഇനി അഥവാ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത്, ഇപ്പോൾ തന്നെ നമ്മൾ KK ശൈലജയുടെ വിഷയത്തിൽ കണ്ടതാണ്. KK ശൈലജ ജയിക്കുന്നത് കൊണ്ട് തന്നെ KK ശൈലജയെ തോൽക്കുന്ന മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാനാണ് അവർ പലപ്പോഴും കൊപ്പുകൂട്ടുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് ഈ വനിതാ സംവരണ ബിൽ തത്വത്തിൽ ഇപ്പോൾ നടപ്പാകുന്നില്ല എന്ന് മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ അതൊരു അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞ അടഞ്ഞ അധ്യായമായി മാറുന്നുണ്ട്. അങ്ങനെ ഒന്നും കരുതണ്ട. ഈ സത്യത്തിൽ ശ്രീല പറഞ്ഞതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ BJP വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നത് ഈ വനിതാ സ്നേഹം മാത്രം മുൻനിർത്തിയല്ല, അതിന്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. വളരെ കൃത്യമായിട്ട് BJP ഒരു കെണിയൊരുക്കുകയായിരുന്നു. ആ കെണിയിൽ നിവർത്തികെട്ട് കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളും കൊണ്ട് തലവയ്ക്കുകയായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഈ പാർലമെന്റിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച നടന്നു. 12 മണിക്കൂറാണ് അനുവദിച്ചതെങ്കിൽ അതിൽ കൂടുതൽ സമയമെടുത്തു. അതെപ്പോഴും അങ്ങനെയാണ്. അത് സ്പീക്കർക്ക് അതിനുള്ള വിവേചനാധികാരമുണ്ട്, സമയം കൂട്ടിക്കൊടുക്കാം. അങ്ങനെ അനിശ്ചിതമായിട്ട് കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ആ ചർച്ച നടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഒരു കാര്യം പറഞ്ഞു. രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷാ അങ്ങ് അവിടെ ഇരുന്ന് ചിരിക്കുന്നു. സത്യത്തിൽ ഈ വനിതാ സംവരണ ബില്ല് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും ഇത് തിരിച്ചടിയായിരിക്കുമെന്നും, അതായത് BJPക്ക് ഭൂരിപക്ഷമുണ്ട്, അപ്പോൾ ഭൂരിപക്ഷം കിട്ടും, പക്ഷെ 2/3 ഭൂരിപക്ഷം കിട്ടില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ് 2/3 ഭൂരിപക്ഷം. ഈ കേരളത്തിലെ മാപ്രകളെ കടന്ന് അർമാദിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നത്. അതെ, നരേന്ദ്രമോദി രാജിവെച്ച് വീട്ടിൽ പോയി, വീണ്ടും പഴയ ചായ വിൽപ്പനയ്ക്ക് പോയി എന്നുള്ള മട്ടിലാണ് അവരിത് അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ മണ്ടന്മാരെ, ഇത് വലിയ കുരുക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കണേ. നിന്റെയൊക്കെ എന്താ പറയാ, ആപ്പീസ് പൂട്ടുന്ന, നിന്റെയൊക്കെ ഭാവി ഇരുളടഞ്ഞു എന്നുള്ള നിലയ്ക്കാണ് ഈ സാധനം BJP പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രിയങ്ക പറഞ്ഞു, അങ്ങ് അവിടെ ഇരുന്ന് ചിരിക്കുന്നു. സത്യത്തിൽ ചാണക്യൻ ഇപ്പോൾ ഈ സഭയിലേക്ക് വന്നാൽ അങ്ങയുടെ ഈ എന്താ പറയാ, ഈ അടവുകൾ കണ്ട് അദ്ദേഹം അമ്പരന്ന് പോകും എന്നാണ് പ്രിയങ്ക പറഞ്ഞത്. അതൊരു വലിയ സത്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ രാഹുൽ ഗാന്ധിയെക്കാട്ടി കുറച്ചുകൂടി ബുദ്ധി പ്രിയങ്ക സെൻസിബിൾ ആണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് നേരെ കേരളത്തിൽ എത്തിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ വനിതാ മുഖ്യമന്ത്രി ആക്കാം എന്ന് വിചാരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അതെ, അല്ല, അതിന്റെ പുറകിൽ വേറെ ഒരുപാട് കഥകളുണ്ട്. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒരു കുടുക്കാണ് ഉണ്ടാക്കി വെച്ചത്. വനിതാ സംവരണ ബില്ല് എന്നുള്ളത് അവരുണ്ടാക്കിയിരിക്കുന്ന കുടുക്കിൻ്റെ ഏറ്റവും മുന്നിലത്തെ ഈ പോർമുഖം എന്നൊക്കെ പറയില്ലേ, അവിടെ കാണുന്ന ആ ഇപ്പോൾ കാലാളോ കുതിരയോ അല്ലെങ്കിൽ രഥമോ ആനയോ ഒക്കെ ആയിരിക്കും ഏറ്റവും മുന്നിൽ നിന്ന് യുദ്ധം നയിക്കുന്നത്. അപ്പോൾ ആ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു സാധനം മാത്രമാണ്. അതിൻ്റെ പുറകിൽ BJPക്ക് നിരവധി അജണ്ടകളുണ്ട്. 1-2 ഞാൻ പറയാം. ഒന്ന്, ഈ എല്ലാവരും പറയുന്നത് പോലെ ഇവിടുത്തെ മാപ്രകളും ഒക്കെ ചർച്ച ചെയ്യുന്നത് ശരിയാണ്. BJP ഇത് വലിയ രീതിയിൽ രാജ്യം മുഴുവനും, BJPക്ക് മിഷണറി ഉണ്ട്. അതുകൊണ്ട് BJPക്ക് ഏറ്റവും താഴെ തട്ടിൽ ജനങ്ങളുടെ അടുത്തേക്ക് ഇത് എത്തിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് വനിതാ സംവരണ ബില്ല് അട്ടിമറിച്ചു. ഈ വനിതാ സ്നേഹം പറയുന്ന, വനിതാ സംവരണ ബില്ല് രൂപകൽപ്പന ചെയ്ത
UPA സർക്കാരിൻ്റെ നേതൃത്വത്തിലിരുന്ന സോണിയാഗാന്ധിയുടെ തന്നെ കാർമ്മികത്വത്തിൽ വനിതാ ബില്ല് അട്ടിമറിച്ചു. ഇത് സാധാരണ എല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി ഇതിനകത്തുണ്ട്. അത് വേറൊന്നുമല്ല. നോക്കൂ, ഈ വനിതാ സംവരണ ബില്ല് ഇവർ പറയുന്നത് ഞങ്ങൾ വനിതാ സംവരണ ബില്ലിനെതിരല്ല, പക്ഷെ വനിതാ സംവരണ ബില്ലിലൂടെ ഈ സർക്കാർ ഒരു ഒളി അജണ്ട മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഈ പറയുന്നത് പോലെ 850 സീറ്റ് ഡീലിമിറ്റേഷന്റെ 850 സീറ്റ് എന്നുള്ളതാണ്. ആ 850 സീറ്റ് വരുമ്പോൾ ഉത്തരേന്ത്യയിൽ സീറ്റ് കൂടും, ദക്ഷിണേന്ത്യയിൽ സീറ്റ് കുറയും. ദക്ഷിണേന്ത്യയുടെ പ്രാതിനിധ്യം കുറയും. ഈ ദക്ഷിണേന്ത്യയുടെ പ്രാതിനിധ്യം കുറയുന്നതിലൂടെ കോൺഗ്രസിന്റെയും മറ്റു ഘടകകക്ഷികളുടെയും എണ്ണം വല്ലാതെ കുറയും എന്നാണ്. അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പണ്ട് ഡീലിമിറ്റേഷൻ നടപ്പാക്കിയ സമയത്ത് മലപ്പുറത്ത് സീറ്റ് കൂടിയില്ലേ? അത് മാത്രമല്ല, ജനസംഖ്യാനുപാതികമായ കാര്യം ചോദിക്കട്ടെ, നിലവിൽ ദക്ഷിണേന്ത്യയുടെ സീറ്റ് കുറവല്ലേ? ആണ്. നിലവിലുള്ള സീറ്റുകൾക്ക് ആനുപാതികമായിട്ടല്ലേ CPM ഒരു പക്ഷേ ഗുണമായിരുന്നു. കാരണം ദേശീയ പദവി പോകാതിരിക്കാനും അവർക്ക് കുറച്ച് സീറ്റുകൾ കൂടുതൽ കിട്ടിയാൽ CPM ഇത് സത്യം പറഞ്ഞാൽ ഇത് ഗുണപരമായനെ. ആ മണ്ടന്മാരും അത് മനസ്സിലാക്കിയില്ല. തോമസ് ഐസക്കിനെ പോലെയുള്ള, അതായത് ഈ ബേബിക്കൊന്നും യാതൊരു ഈ പൊളിറ്റിക്കൽ വിസ്ഡവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എനിക്കൊന്നും പ്രായം കൂടി വരുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, CPM മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ്. ഞാൻ CPM കാര്യമല്ല പറയാൻ വന്നത്. അപ്പോൾ ഈ നിലവിൽ ഈ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നൊരു ഡിവിഷൻ ആരാ ഉണ്ടാക്കിയത്? BJP ആണോ? അല്ല. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്റ്റാലിനും അഖിലേഷ് യാദവും മമതാ ബാനർജിയും ചേർന്നാണ്. ഇന്ന് ഇന്ത്യയിൽ നമ്മൾ എടുത്തു നോക്കൂ, ഈ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നിലം പരിശായി. ഗുജറാത്തില്, മഹാരാഷ്ട്രയില്, അതുപോലെ തന്നെ രാജസ്ഥാനില് ഒക്കെ കോൺഗ്രസ് ഇന്ന് വലിയ എന്താ പറയുക പ്രതിസന്ധി നേരിടുകയാണ്. പിന്നെ വരുമ്പോൾ UP, ബംഗാള്, തമിഴ്നാട്, ഈ 3 സംസ്ഥാനങ്ങളിലാണ് BJPക്ക് ഒരു വെല്ലുവിളിയുള്ളത്. ഇവിടെ കോൺഗ്രസ് അല്ല BJPയുടെ വെല്ലുവിളി. ഇവിടുത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് UPയിൽ അഖിലേഷ് യാദവും ബംഗാളിൽ മമതയും തമിഴ്നാട്ടിൽ സ്റ്റാലിനുമാണ്. ബാക്കിയെല്ലാം BJPക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ബാക്കി ഒരു വലിയ സംസ്ഥാനങ്ങളും BJPക്ക് ഭയപ്പെടണ്ട. മധ്യപ്രദേശ് BJP എന്താ പറയാ, ഒട്ടും തന്നെ ഭീഷണി BJPക്ക് ഇല്ല. ഇപ്പൊ മഹാരാഷ്ട്രയും വാസ്തവത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി NCP അവിടെ ഒരു വഴിക്കാക്കി NCPയെ. അതിൽ BJPക്ക് നല്ല കൃത്യമായ രാഷ്ട്രീയ കളി, BJP കൃത്യമായ ചതുരംഗ കളി അതിനകത്ത് നടത്തിയിട്ടുണ്ട്. വെട്ടേണ്ടവരെ വെട്ടി, ഒക്കെ കൃത്യമായിട്ടും NCPയെയും കോൺഗ്രസിനെയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തെയും ചെതറിച്ചു കളഞ്ഞു. BJPക്ക് ആകെ അതിനകത്തൊരു തിരിച്ചടി ഉണ്ടായത് മറ്റേ അദ്ദേഹത്തിന്റെ വിമാനാപകടത്തിലെ മരണം മാത്രം. അതൊഴിച്ചാൽ, അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ BJPക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് മഹാരാഷ്ട്ര കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ BJP വളരെ സമർത്ഥമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ മുന്നോട്ട് കൊണ്ടുവരികയും അവർക്ക് അവസരം കൊടുക്കുകയൊക്കെ ചെയ്തു. പ്രഫുൽ പട്ടേലിനെ പോലെയുള്ള അനുഭവ സമ്പത്തുള്ള മിടുക്കരായ നേതാക്കൾ ഇന്ന് അവരുടെ ഒപ്പമുണ്ട്. BJP പാളയത്തിലാണ്, NDA പാളയത്തിലാണ്. അതുകൊണ്ട് BJPക്ക് മഹാരാഷ്ട്രയിൽ വലിയ വെല്ലുവിളിയൊന്നുമില്ല. പിന്നെ വെല്ലുവിളിയുള്ളത് കർണാടകയിൽ BJPയും കോൺഗ്രസും മാറി മാറി വരും. ആന്ധ്രയിൽ കോൺഗ്രസ് ഇല്ല. അവിടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തെലങ്കാനയിൽ BJP വേഴ്സസ് കോൺഗ്രസ്. ഇനി നമ്മൾ ബീഹാറിലേക്ക് വന്നാൽ അവിടെ ആദ്യമായിട്ട് BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വലിയ സംസ്ഥാനങ്ങളിലെല്ലാം BJP കൃത്യമായിട്ട് ഇവർ ഈ വനിതാ സംവരണം നടപ്പാക്കിയ BJPക്ക് ആധിപത്യം കിട്ടുമെന്ന് പറയുമ്പോൾ ഈ ഡീലിമിറ്റേഷൻ നടപ്പാക്കിയില്ലെങ്കിലും BJPക്ക് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിന് ഇനി വേറെ ആളെ ചിന്തിക്കാനില്ല. പിന്നെ എന്തിനാണ് അതാണ് ഞാൻ പറഞ്ഞത്. ഇവര് ശ്രമിച്ചു നോക്കുകയാണ്. അതായത് ഇപ്പൊ 99 സീറ്റോടുകൂടി പിന്നെ ഇന്നിപ്പോ കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇതിനെ നയിക്കുകയാണ്. ഈ 99 സീറ്റ് കോൺഗ്രസിന് കിട്ടാൻ കാര്യം എന്താ? UPയിലെ BJPയുടെ പരാജയം. BJPക്ക് UPയിൽ തിരിച്ചടി കിട്ടി. അതിന് BJPയുടെ സംഘപരിവാറിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഘടകമാണ്. പിന്നെ 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു സർക്കാരിനെതിരെ ആന്റി ഇൻകംബൻസി ഉണ്ടാവും. പിന്നെ രാഹുൽ ഗാന്ധി അവിടെ ഓടി നടന്ന് UPയിൽ മാത്രം നടത്തിയ ഒരു പ്രചാരണം 8,000 രൂപ സ്ത്രീകൾക്ക് പെൻഷൻ.
ഇതൊക്കെ ഈ സ്ത്രീകൾ സ്വാഭാവികമായിട്ടും പോയി നിന്ന് വോട്ട് ചെയ്തത് ഇതുകൊണ്ടാണ്. പക്ഷെ ഇനി ഒരിക്കലും യു പിയിലെ സ്ത്രീകൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യില്ല. കാരണം അവര് നോക്കുന്നത് നിങ്ങൾ ഇന്ത്യ ഭരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങളെ ജയിപ്പിച്ചോ, ഇവിടെ ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചോ, എവിടെ പെൻഷൻ? ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ഇപ്പോൾ അതാണ് രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര തവണ രാഹുൽ യു പിയിൽ പോയി. യു പി ചെന്ന സ്ത്രീകൾ ചൂലെടുത്ത് അടിക്കും. ആ ഒരു ഭയം രാഹുലിനുണ്ട്. കേരളത്തിലെ പോലെയല്ല കേട്ടോ, ഇവര് എല്ലാവരും പറയുന്നത് കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടാണ്. ഒരു പ്രബുദ്ധതയും യഥാർത്ഥത്തിൽ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നത് ഞാൻ നോക്കിയിട്ട് ദക്ഷിണേന്ത്യൻ ജനതയാണ്, അല്ല ഉത്തരേന്ത്യൻ ജനതയാണ് എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളുന്നത്. രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ പൊളിറ്റിക്കലി ഉണ്ടാകുന്ന അഴിമതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്ന അവരാണ്, നമ്മളല്ല, ദക്ഷിണേന്ത്യക്കാരല്ല. ഉത്തരേന്ത്യയിൽ ഇങ്ങനെ സൂചിച്ച് ജീവിക്കുന്നവരാ, കൈ നനയാതെ മീൻ പിടിക്കുന്നവരാ. അത് വിരിക്കട്ടെ. ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ ഡിവിഷന് ഞാൻ ഒട്ടും അനുകൂലമല്ല കേട്ടോ. നമ്മൾ ഇന്ത്യക്കാരാണ്, അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇപ്പോ BJP ചെയ്തിരിക്കുന്ന ഈ കുടുക്കെന്ന് പറയുന്നത്, ഇനിയിപ്പോൾ യു പിക്കാരടുത്ത് ചെല്ലും, യു പിക്കാരടുത്ത് പറയും ദാ ഈ അവിടെ സമാജ്വാദി പാർട്ടിയാണ് BJPക്ക് ഒതുക്കേണ്ടത്. ഒന്നുകിൽ അഖിലേഷ് യാദവിനെ കൂടെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അഖിലേഷ് യാദവിനെ നാമാവിശേഷമാക്കുക. അവിടെ പറയാൻ പോകുന്ന കാര്യം കണ്ടോ, വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നു, അതിനെ എങ്ങനെ അട്ടിമറിച്ചത്? ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ ഈ ഡിവിഷന് ഈ അഖിലേഷ് യാദവ് ആരുടെ കൂടെ നിന്നു? ഉത്തരേന്ത്യക്കാരുടെ കൂടെ നിന്നോ? ഇല്ലല്ലോ, ദക്ഷിണേന്ത്യക്കാരുടെ കൂടെയല്ലേ നിന്നത്. ഈ ഉത്തരേന്ത്യക്കാരെ, ഹിന്ദിയെ, പശുവിനെ ഒക്കെ അവഹേളിക്കുന്ന, നിങ്ങളെ സമ്പൂർണമായിട്ടും അപമാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്റ്റാലിന്റെയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഈ കോൺഗ്രസിന്റെയും ഒപ്പം നിൽക്കുകയാണ് അഖിലേഷ് യാദവ് ചെയ്തത്. ഈ അഖിലേഷ് യാദവിനെ നിങ്ങൾക്ക് ഇനി വേണോ? ഈ ചോദ്യമാണ് BJP അവിടെ ചോദിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് ഈ ചോദ്യത്തിന് യു പി മറുപടി കൊടുക്കും, വളരെ പോസിറ്റീവായിട്ട് BJPക്ക് മറുപടി കൊടുക്കും. ഇത് അഖിലേഷ് യാദവ് സ്വന്തം കുഴി തോണ്ടി. ഇതുപോലെ തന്നെയാണ് മമത ആകെ ഒലഞ്ഞു നിൽക്കുകയാണ്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, വോട്ടെണ്ണി മെയ് 4 റിസൾട്ട് വന്നതിന് ശേഷം പറയാം മമതയുടെ ഭാവി എന്തായിരിക്കും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി, BJP അവിടെ 77-ൽ നിന്ന് 100 കടക്കും. പ്രതിപക്ഷത്താണെങ്കിൽ പോലും മമതയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രായത്തിന്റെ ആണെന്ന് അറിയില്ല, മമതയുടെ കിളി. അതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മൈക്കും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി ഇവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരുടെ പുറകെ ഓടുകയാണ്. അപ്പൊ മമത അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്ന് ആർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മമത എന്തും ചെയ്യാം. വേണമെങ്കിൽ ജനങ്ങളെ മുന്നിൽ വെച്ച് കുറച്ച് വിഷം എടുത്ത് കുടിക്കാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യും. ജയിക്കാൻ വേണ്ടിയിട്ട് എന്തടവും പ്രയോഗിക്കുന്ന ഒരു സ്ത്രീയാണ് മമത. ഇനി അത് ബംഗാളിലെ കാര്യം. ഇപ്പുറത്തെ തമിഴ്നാട്ടിലേക്ക് വന്നാൽ, തമിഴ്നാട്ടിൽ ഈ പറഞ്ഞതുപോലെ സത്യത്തിൽ ബംഗാളോ യു പിയോ ഒന്നുമല്ല ഇന്ത്യക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത് തമിഴ്നാടാണ്. ഈ ഡിവിസീവ് പൊളിറ്റിക്സ്, അത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നപ്പോ സംഭവിച്ചു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്നത്. അത് ശ്രദ്ധിക്കാതെ പോയതാണ്. ശ്രദ്ധിക്കാതെ പോയതല്ല, അതിനെ വലിയ അഡ്രസ് ചെയ്തിട്ടില്ല, അവഗണിച്ചു. അത് അന്ന് അഡ്രസ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇവിടെ നിന്നും ഈ കന്യാകുമാരി മുതൽ അങ്ങോട്ട് തുടങ്ങിയാൽ എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്ന ശക്തമായ സ്ഥലങ്ങളിലൊന്നാണ്. അതാണ് ഈ സ്റ്റാലിനും വിജയും ഒക്കെ ഉപയോഗിക്കുന്നത്. ആ ശ്രമങ്ങളാണ്. അതായത് അവിടെയുള്ളവരെ മുഴുവൻ ഒരു വിഭാഗത്തിന്റെ ആൾക്കാരാക്കി പ്രശ്നമുള്ള എന്താണെന്നറിയാമോ? ഇവര് വലിയ കാശൊക്കെ ചെലവാക്കി ആൾക്കാരെ എങ്ങനെ മതം മാറ്റി കൊണ്ടുവരും. മണ്ഡലകാലം ആവുമ്പോഴത്തേക്കും ഉമ്മാരി കൊന്തയെല്ലാം ഊരി കളഞ്ഞേച്ച് നേരെ പോയി ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ശബരിമലയ്ക്ക് പോകും. ഇതാണ് ഇവര് അതുകൊണ്ടാണ് ഈ ശബരിമലയെ തകർക്കാൻ വളരെ പണ്ട് മുതലേ വളരെ ആസൂത്രിതമായ ശ്രമം ഈ മിഷണറിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ മുല്ലപ്പെരിയാർ നിലയ്ക്കൽ സമരം ഉണ്ടാക്കി, നിലയ്ക്കൽ കുരിശു കൊണ്ടുവച്ച് പ്രശ്നം ഉണ്ടാക്കി. അതിനു മുമ്പ് ശബരിമലയിൽ തീവെപ്പ് നടന്നു. ഇതിനെല്ലാം പുറകിൽ കൃത്യമായ മതപരിവർത്തന ലോബിയുടെ കൈകളുണ്ട്. അവർ ഈ നാട്ടിലെ മനുഷ്യരെ, അതായത് യഥാർത്ഥ മതവിശ്വാസികളെ. ഒരു സംശയം കൂടിയുണ്ടേ, അതായത് ഇപ്പം മതപരിവർത്തനം നടത്തിയവർക്ക് ഇനി ആനുകൂല്യങ്ങൾ കിട്ടില്ല സുപ്രീം കോടതി. പക്ഷേ ഇവരെല്ലാം പേരിലും അത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്. ഇവര് പുറത്ത് അവരാചരിക്കുന്നത് വേറെയും, മതപരിവർത്തന സർട്ടിഫിക്കറ്റുകളിൽ ഹിന്ദുവായി തന്നെ നിലനിൽക്കുകയാണ്. ആചരണം ക്രിസ്ത്യനും. അതിനെന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ, അതിന് മാറ്റം വരുത്തണമെങ്കിൽ കൃത്യമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കണം, ശക്തമായ നിയമം നടപ്പാക്കണം.
ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും, നിങ്ങൾ നിയമ നടപടിക്ക് വിധേയമാകേണ്ടി വരും എന്ന് പറഞ്ഞ് ആ രീതിയിൽ നിയമം കർക്കശമാക്കണം. അങ്ങനെ കർക്കശമാക്കി കഴിയുമ്പോൾ, അതായത് ഇപ്പോൾ ഒരാൾ സംവരണ ആനുകൂല്യം ഉപയോഗിച്ച് ജോലി നേടി, പക്ഷെ ഇയാൾ വളരെ രഹസ്യമായി പള്ളിയിൽ പോയി അങ്ങനെ ക്രിസ്ത്യൻ ആചരണങ്ങൾ പിന്തുടരുന്ന ആളാണെന്നിരിക്കട്ടെ, മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ ഈ നിയമം നടപ്പാക്കാം. നിയമം കർശനമായിട്ട് നടപ്പാക്കി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച് വ്യക്തമായ തെളിവുകളോടുകൂടി ഈ ആളിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക. വളരെ പെട്ടെന്ന് ഈ ഒരു പ്രോസസ്. പിന്നെ 2, വിദേശത്തുനിന്ന് പണം വരുന്നതിനെ നിയന്ത്രിക്കുക. വളരെ കൃത്യമായിട്ട്. അതിലെ FCRA മാത്രമല്ല, FCRAയിൽ ഇതൊക്കെ കൊണ്ടുവന്നാൽ മാത്രം പോരാ, ഇത് കർശനമായി നടപ്പാക്കണം. ഇതിൽ ഒരു അലംഭാവവും കാണിക്കരുത്. അതുകൊണ്ടാണ് സത്യത്തിൽ ഈ അച്ഛന്മാരെല്ലാം കൂടെ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഏതോ ഒരു അച്ഛൻ പറയുന്നത് കേട്ടു, ഹിന്ദുവിലെ പുരോഹിതന്മാരെ പോലെ ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും ദരിദ്രനാരായണന്മാരാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുന്നത്. ഈ ഹിന്ദു പുരോഹിതന്മാരെ ആരാ ദരിദ്രനാരായണന്മാരാക്കിയത്? ബ്രിട്ടീഷ് ഭരണം. ബ്രിട്ടീഷുകാരും ഈ ക്രിസ്ത്യൻ മതപരിവർത്തന ലോബിയും കൂടെ ചേർന്നാണ് ഈ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അവഹേളിച്ചും അപമാനിച്ചും അതിന്റെ ചോദ്യം ചെയ്തും ഒക്കെ ഹിന്ദുക്കളെ അവരുടെ മതവിശ്വാസത്തിൽ നിന്ന് അകറ്റുകയും കൈയടക്കുക, ഈ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക, യുക്തിവാദം വളർത്തുന്നു എന്നുള്ള പേരിൽ, നിരീശ്വരവാദം വളർത്തുന്നു എന്നുള്ള പേരിൽ ഹിന്ദു വിരോധം ഹിന്ദുക്കളിൽ കുത്തിവെക്കുക, ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളോട് അവർക്ക് അവരുടെ ഉള്ളിൽ വെറുപ്പ് ജനിപ്പിക്കുക. ഇതൊക്കെ വളരെ പണ്ട് തൊട്ടേ ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്രിസ്ത്യൻ മിഷണറിമാർ പയറ്റി വന്ന കാര്യങ്ങളാണ്. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് സ്റ്റാലിൻ, ഈ ഏറ്റവും വലിയ അപകടകാരി സ്റ്റാലിനാണ്. ഇനിയിപ്പോൾ BJP ചെയ്യാൻ പോകുന്നത് ഒരു വശത്ത് ഈ സ്റ്റാലിനെ നിർത്തിക്കൊണ്ട് ഉത്തരേന്ത്യ മുഴുവനും പ്രചാരണം നടത്തും. ഇത്രയും കാലം സ്റ്റാലിനാണ് ഹിന്ദു ഉത്തരേന്ത്യ എന്നെല്ലാം പറഞ്ഞ് തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിനിപ്പോൾ തമിഴ്നാട്ടിൽ വലിയ മാർക്കറ്റൊന്നുമില്ല. അണ്ണാമലയെ പോലൊരാൾ വന്നതോടുകൂടി അതിനൊക്കെ വലിയ മറുപടി കൊടുക്കാൻ തുടങ്ങി. വളരെ കൃത്യമായിട്ട് ഈ എന്താ പറയുക, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ക്യാപ്സൂളുകൾ അങ്ങോട്ട് ചെന്നപ്പോൾ സ്റ്റാലിൻ ഒന്ന് അടങ്ങി. ഇനി BJP ചെയ്യാൻ പോകുന്നത് ഈ സാധനങ്ങളെ വെച്ചുകൊണ്ട് അഖിലേഷ് യാദവ്, സ്റ്റാലിൻ, മമത, ത്രിമൂർത്തികൾ ഉത്തരേന്ത്യയെ നശിപ്പിക്കാൻ, ഉത്തരേന്ത്യൻ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ഇത് BJP വലിയ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. അതായത് അതെ, തീർച്ചയായിട്ടും ഇവര് തുടങ്ങി വെച്ച ഡിവിസീവ് പൊളിറ്റിക്സിനെ നരേന്ദ്രമോദി നേരിട്ടിറങ്ങി അതിന്റെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കും. ഇത് വളരെ ദോഷം ചെയ്യും. സത്യത്തിൽ ഇത് ദോഷം ചെയ്യും. ഞാൻ പറയുന്നത് BJP വലിയ നേട്ടമൊക്കെ ഉണ്ടാക്കും, പക്ഷെ ഇത് ഇന്ത്യൻ പൊതുസമൂഹത്തിൽ ഇന്ത്യയുടെ അഖണ്ഡത, ഭാരതത്തിന്റെ ഐക്യം, ഇതിനെല്ലാം ചോദ്യം ചെയ്യും. മറിച്ച് തമിഴ്നാട്ടിലും ബംഗാളിലും ഈ പറയുന്നത് പോലെ ഇതിനെതിരെ അതിശക്തമായ ക്യാമ്പയിനുമായിട്ട് BJP ഇറങ്ങിയില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ഡിവിഷൻ ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അത് BJPക്ക് വലിയ ഗുണം ചെയ്യും. ഇപ്പൊ വരാൻ പോകുന്നത് UP സംസ്ഥാന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് ഏകദേശ കണക്ക്. അത് വലിയ രീതിയിൽ BJP എൻകാഷ് ചെയ്യും. അവിടെ അഖിലേഷ് യാദവിന് കഴിയുമ്പോൾ അറിയാം നമുക്ക് ആരായിരിക്കും കേന്ദ്രഭരണം. തീർച്ചയായിട്ടും അത് ഒരു സംശയവും വേണ്ട. അത് അഖിലേഷ് യാദവിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇതിനെ എങ്ങനെ മറികടക്കും, ഏത് രാഷ്ട്രീയം ഉപയോഗിച്ച് മറികടക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അഖിലേഷ് യാദവ് അത്ര മണ്ടനോ ബുദ്ധിയില്ലാത്ത ആളോ ഒന്നുമല്ല. അഖിലേഷ് യാദവിന്റെ കയ്യിലും നമ്പറുകളൊക്കെ ഉണ്ട്. പക്ഷെ BJP എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തെ ഒരു എന്താ പറയേണ്ട, വളരെ കൃത്യമായിട്ട് ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയിരിക്കുന്നത്. ആ സർജിക്കൽ സ്ട്രൈക്കിനെ എങ്ങനെ ഈ അഖിലേഷ് യാദവ്, കോൺഗ്രസിൽ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, കോൺഗ്രസിന് അതിജീവിക്കാനുള്ള കഴിവൊന്നുമില്ല. അത് ഏതാണ്ട് AO ഹ്യൂം എന്ന ഒരു സായിപ്പ് സ്ഥാപിച്ച കോൺഗ്രസിനെ എന്താ പറയുക, ഒരു ഇറ്റലിക്കാരിയായ മദാമ, അവരും അവരുടെ മക്കളും ചേർന്ന് ആ കോൺഗ്രസിനെ നാമാവിശേഷമാക്കി എന്നുള്ളതാണ് സത്യം. അതിനകത്ത്
ഇനിയിപ്പോൾ നമുക്ക് കോൺഗ്രസിൽ വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കണ്ട. ഇപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ മാപ്രകൾ പറയുന്നത് വെച്ചാൽ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി 99 സീറ്റ് നേടി. 99 സീറ്റ് നേടി നമുക്ക് എല്ലാം ഒന്നും പുറത്ത് പറയാൻ പറ്റില്ല. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമാണ് 90% പേര്. അവർക്ക് മുന്നോട്ട് വെക്കാൻ വേറൊരു നേതാവില്ല ഇടതുപക്ഷത്ത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുക. ഈ കനലൊരു തരി അതിപ്പം മെയ് 4-ാം തീയതി കിടും. അതോടുകൂടി പിന്നെ ഇവർക്ക് രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് കേരള മാപ്രകൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ BJPയുടെ ടാർഗറ്റ് വളരെ കൃത്യമാണ്. അത് അഖിലേഷ് യാദവാണ്, അത് മമതയാണ്, അത് സ്റ്റാലിനാണ്. അവിടെ BJP ഇനി അടുത്ത നമ്പർ നമ്മളൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത, നമ്മുടെ സ്വപ്നത്തിൽ പോലും വരാത്ത നമ്പറുകളായിരിക്കും BJP ഇറക്കാൻ പോകുന്നത്. ഇവരെ പൂട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. വനിതാ സംവരണ ബില്ല് നമ്മൾ പറയാറുണ്ട്, പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് എന്ന് പറയാറുണ്ട്. BJP തകർന്നു, തോറ്റു, തൊപ്പിയിട്ടു, നരേന്ദ്രമോദി നാണം കെട്ടു എന്നൊക്കെ പറയുന്ന മാപ്രകൾ തിരിച്ചറിയേണ്ട കാര്യം BJPക്ക് 3/2 ഭൂരിപക്ഷം ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ ബില്ല് കൊണ്ടുവന്നത്. അതായത് പരാജയം ഉണ്ടാകും, ആ പരാജയത്തെ വിജയമാക്കുന്ന ഒരു സിനിമ ഡയലോഗ് പോലെ കൂരിരുട്ടിനെ പ്രകാശമാക്കുന്ന വിദ്യ, ആ സൂത്രം BJP എടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ്. നിങ്ങളത് തിരിച്ചറിയുന്നില്ല. ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായി ഒരു പരാജയം സംഭവിച്ചതാണല്ലോ ഈ ബില്ല്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോ അത് വെച്ചിട്ടാണ്, അത് വലിയ സന്തോഷമായി, അതോ തകർച്ചയുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന രീതിയിലാണ് ഇവർ ആഘോഷിക്കുന്നത്, വീഴ്ചയുടെ തുടക്കം എന്ന് തന്നെയാണ് ഇവർ ആഘോഷിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആഘോഷിച്ചോളൂ. പക്ഷേ 2029 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJPയുടെ ആഘോഷം അന്ന് നിങ്ങളൊക്കെ ഒരു പക്ഷേ കണ്ണീർ വാർക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.